വൈജേട്ടാ കണ്ണുമുഖം എന്തോ പോലെയുണ്ടല്ലോ, പനിക്കുന്നുണ്ടാ? പനിയൊന്നുമല്ല ശാലിനി, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ക്ഷീണം ഇങ്ങനെ വിട്ടുപോകുന്നില്ല. എന്താ വൈജേട്ടാ പറ്റിയേ? പാർട്ടി പരിപാടി ആയിട്ടുണ്ടായിനാ? പാർട്ടികളടാ, പുക, കട്ട പുക, ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പുകയാ? അതെന്താ പറ്റിയ വൈജേട്ടാ? നമ്മളെ പഴയ സ്റ്റാഫിലെ ശാലിനി അലക്കത്തുള്ള അവൻ്റെ പറമ്പത്ത് പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് നാറിയിട്ട് കഴിയുന്നില്ല. ഇന്നലെ രാത്രി 10 മണി വരെ അതിൻ്റെ പുകയാണ്. മഴക്കാലല്ലേ, ഇത് കത്തുന്നില്ല, പുകഞ്ഞോണ്ട് നിൽക്കുക, കട്ടപ്പുക. എന്നാ അവരെ വിളിച്ച് പറഞ്ഞാൽ പോരെ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാറില്ലാന്ന്? ഞാൻ കാണുമ്പോഴും പറയും ശാലിനി, പക്ഷേങ്കിൽ അവർ പറയും നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചില്ല. ഞാൻ ചോദിക്കൂ, അപ്പോൾ ഈ മണക്ക് നിന്ന പ്ലാസ്റ്റിക് അല്ലേ, അത് നമുക്കറിയില്ല. ഇതാണ് ഇവരെ പരിപാടി. ബൈജോട്ടെ, ചിലപ്പോൾ അവരായിരിക്കില്ല കത്തിക്കുന്നുണ്ടാവുക, വേറെ എവിടെന്നെങ്കിൽ കത്തിച്ചതിൻ്റെ സ്മെല്ലായിരിക്കും വരുന്നുണ്ടാവുക. ഷബീറേ, നീങ്ങുവാ, എനിക്കൊന്ന് കാണിച്ചേട്ടാ. നീ ഇത് കണ്ടാ നോക്കിയേട്ടെ, രാത്രി 10 മണിക്ക് ഞാൻ പറ്റി വീഡിയോ എടുത്തുക. ഈ കത്തുന്ന സാധനം പ്ലാസ്റ്റിക്കിലെ ഇതിൻ്റെ മണം അടുത്തോമുണ്ടല്ലോ, നാറിയിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നീ നോക്കിയാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് ഈ പരിപാടി നടക്കുന്നു. ഇവർ പറയാ പ്ലാസ്റ്റിക് അല്ല കത്തിക്കുന്നു എന്താ പറയേണ്ടി ഇവരെടുക്കുക. അല്ല ബൈജോട്ടാ, ഈ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ പാടില്ലല്ലോ ഇപ്പോൾ. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല ഷബീറേ, അത് ഇവർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ പ്രശ്നമാണ്. ഇതിൻ്റെ പുക മുകളിലേക്ക് പോയിട്ട് എവിടെ പോകാനാ? ഇതെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കെട്ടി നടക്കുകയല്ലേ ചെയ്യുക. എല്ലാവർക്കും ഭാവിയിൽ രോഗം വരികയോ ചെയ്യുക. ഇവരോട് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ ഷബീറേ? ബൈജോട്ടാ, നിങ്ങളിത് സമാധാനത്തിൽ പറയുന്നതുകൊണ്ടാണ് ആരും കേൾക്കാത്തത്. നല്ല പറയേണ്ട പോലെ പറയണം, എന്നാലും ഇങ്ങനത്തെവരൊക്കെ പഠിക്കൂ. സമാധാനത്തോടൊന്നുമില്ല, ഞാൻ നല്ല ശക്തമായിട്ട് തന്നെ പറയലുണ്ട്. ഇന്നലെ ഞാൻ ശക്തമായിട്ട് പറഞ്ഞു, ഇനിയിത് ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ബൈജോട്ട എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ നേരിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല, അയൽവക്കല്ലേ, പിന്നെ വെറുപ്പാക്കണ്ടല്ല. ഞാൻ വാട്സാപ്പിൽ വോയിസ് അയച്ചു, നല്ലോണം അയച്ചു, ശക്തമായിട്ട് തന്നെ അയച്ചു. എന്ത് വോയിസാ ബൈജോട്ട അയച്ചേ? ഞാൻ വളരെ ശക്തിയായിട്ട് പറഞ്ഞു ഷബീറ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കത്തിക്കാൻ പാടില്ല, ഇത് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ, എനിക്കിങ്ങനെ കത്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കളയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എടുത്ത് വെച്ചാൽ ഞാൻ എൻ്റെ സാധനം കൊടുക്കുന്ന സമയത്ത് അത് എൻ്റെ അപ്പുറം കഴുകിയിട്ട് കൊടുത്താൽ പോരെ. അങ്ങനെ ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് പറഞ്ഞു. ഇനി അവർ ചിലപ്പോൾ പ്ലാസ്റ്റിക് കട വെക്കും, എനിക്ക് കഴുകിയിട്ട് കൊടുക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ നിൽക്കട്ടെ ഷബീറേ, നാട്ടുകാർക്കും ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന. ഇതാണ് ബൈജോട്ട ശക്തമായ ഭാഷ. ഇതെല്ലാം നല്ല തെറി പറയേണ്ട കേസല്ലേ ബൈജേട്ടാ? ഇതെന്തായാലും വിടാൻ പാടില്ല, നിങ്ങൾ പഞ്ചായത്ത് പോയി കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈൻറ്റ് പഞ്ചായത്തിൽ ശാലു ഒന്നുമില്ല, നമ്മൾ ഷോപ്പിൽ പണിയെടുത്തല്ലേ, പിന്നെ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്ത് പോയ ഫൈനൽ അടക്കേണ്ടി വരോടെ ഇവർക്ക്. ആലൊക്കെ നാളെയും കാണണ്ടേ, അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും വേണ്ട. ഇനി ശരിയാവും, എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ശരിയാവും. ഞാൻ ശക്തമായി പറഞ്ഞല്ല, ഇനി അങ്ങനെ ചെയ്യൂല അവർ. ഇതിനു മുമ്പ് ശക്തിയല്ലാത്ത ഭാഷയിൽ കുറെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ബൈജോട്ടൻ? ആ, അത് പണ്ടേ ഞാൻ പറയുന്നുണ്ട് അവരെടുക്കാം. ഇത്രയും കാലം പറഞ്ഞിട്ട് ഇനി നന്നാവും തോന്നുന്നുണ്ടാ? ഇനി ശരിയാവും. ഞാൻ തെളിവടക്കം വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തതല്ല. ബൈജേട്ടാ, ഇത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം അയൽവക്കത്ത് എത്ര ആൾക്കാരുണ്ടെന്നറിയാം, അവരൊന്നും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യൂല, അത്ര നല്ല ആൾക്കാരാണ്. ബൈജോട്ടാ, നമ്മളടുത്ത അയൽവാസികളൊക്കെ ഉണ്ടല്ലോ, പരസ്പരം സഹായിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇതേപോലത്തെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരും ഇല്ല ഇപ്പോൾ. അങ്ങനെ തന്നെ ബൈജേട്ടാ, നമ്മളെ നാട്ടിലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, എന്താവശ്യത്തിന് ഓടി എത്തും. ശാലിനി, നമ്മളവിടെ അയൽവക്കൽ അങ്ങനെയാണ്, നല്ല എല്ലാവരും പരസ്പരം സഹായവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവർ മാത്രമാണ് ഇങ്ങനെ, അത് അവർക്കെന്തോ മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തവരുടെ കൂടെ ജീവിക്കലുണ്ടല്ലോ, ഏറ്റവും വിഷമം, അത് ഏറ്റവും വലിയ സങ്കടം. നമുക്ക് ആ സ്ഥലം തന്നെ മടുക്കുന്നിപ്പോൾ. അത് ശരിയാ ബൈജോട്ടാ, നമ്മളെ കൂട്ടത്തിൽ പറഞ്ഞാൽ തിരിയാത്തവരുണ്ടെങ്കിലേ അതെല്ലാവർക്കും ഒരു ശല്യമാണ്. അങ്ങനത്തെ അവനൊക്കെ നമ്മൾ വേഗം ഒഴിവാക്കുക ചെയ്യുക. കൂട്ടത്തിൽ ഒരുത്തനെ കുഴപ്പമെങ്കിൽ ഓനെ ഒഴിവാക്കുക. പക്ഷേ ഇത് അയൽവക്കല്ലേ ഷബീറേ, ആ വീട് നമുക്ക് അടുത്തെടുത്ത് കളയാൻ കഴിയില്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യമോ, ഞാനടുത്ത് വീട് വിട്ടടിക്കും പോകുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ചേട്ടാ, വീഡിയോയിലെടുത്ത് അയച്ചതല്ലേ, ഇനി അവർ ശരിയാവും. അത് ശാലിനി, ശരിയാവും. വീഡിയോയിലെടുത്ത് അയച്ചല്ലേ, അപ്പോൾ എന്തായാലും ശരിയാവും. പിന്നെ വീട്ടിൽ കുഞ്ഞു മക്കളെല്ലാം ഉള്ളല്ലേ, അച്ഛനാകെ ഹാർട്ട് പേഷ്യൻ്റാണ്, ഇതെല്ലാം ശ്വസിച്ച് അവർക്ക് എന്തെങ്കിലും അസുഖം, അപ്പോൾ ശരിയാവണം. ആവും.